ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളും ഒരു ദിവസത്തെ ഒരു ഉപവാസ സമരം നടത്തുകയുണ്ടായി. പിന്നെ നിങ്ങൾ അത്തരം പ്രത്യക്ഷ സമര പരിപാടികളിൽ നിന്നും പിൻവാങ്ങുകയും ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്ത് നിരാഹാരത്തിലേക്ക് പോവുകയും ചെയ്തു. നിയമസഭ തീരുന്ന ഘട്ടമായപ്പോഴേക്ക് അത് അവസാനിപ്പിച്ച് നിങ്ങളും പോയി. എന്നാൽ ഈ വിഷയത്തിൽ വിശ്വാസി സമൂഹത്തിന് മുറിവേറ്റിക്കുന്നു എന്ന് പറയുന്നതിൽ നല്ല ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുന്നുമുണ്ട്. ഇവിടെ മറ്റൊരു കൂട്ടർക്ക് ദുരിതമനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമായി ഉത്തരവാദിത്തം പരിമിതപ്പെടുത്തിയ ഒരു കൂട്ടരാണോ നിങ്ങൾ? അല്ല, അങ്ങനെയല്ല വേണുവിനെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ വേണു ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്ന വിഷയത്തിൻ്റെ ടോപ്പിക്ക് പറയുന്നത് തന്നെ BJPയുടെ സമരത്തിൽ ആളുണ്ടോ, അവർ സമരം പരാജയപ്പെട്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സമരം പരാജയപ്പെട്ടതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വിജയിച്ചെങ്കിൽ നമ്മൾ ഒരിക്കലും ചർച്ചയ്ക്കെടുക്കില്ല. അപ്പോൾ അത് സമരം പരാജയപ്പെടാനുണ്ടായ കാരണമെന്ത്? അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവിടെ ജാതി, മതം അല്ലെങ്കിൽ വിശ്വാസം അതിൻ്റെയൊക്കെ പേരിൽ അമിതമായ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം പാർട്ടി പ്രവർത്തകർ നിൽക്കില്ല എന്നുള്ളതിന് തെളിവാണിത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായി. ആ വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കണം എന്ന് വെച്ച് വിശ്വാസികളെക്കാൾ മുമ്പിൽ പോയി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന BJPക്ക് കിട്ടിയ ഒരു പാഠമാണിത്. കാരണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു വിഷയം വരുമ്പോൾ അത് വിശ്വാസികളുടെ ആയാലും അവിശ്വാസികളുടെ ആയാലും പൊതുസമൂഹത്തിലുണ്ടാകുന്ന എല്ലാ വിഷയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകേണ്ടതുണ്ട്. അത് കോൺഗ്രസിനുണ്ട്, BJPക്കുണ്ട്, CPMനുണ്ട്, സർക്കാരിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ആ വിശ്വാസികളുടെ വികാരത്തെ, അവർക്കുണ്ടായ ആ മുറിവിനെ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാം ഒരു പരിധിവരെയൊക്കെ. പലരും ചെയ്യാറുണ്ട്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരോടൊപ്പം നമ്മളോടൊപ്പം നിർത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിനപ്പുറമായി ആ വിശ്വാസികളെക്കാൾ മുമ്പേ പോയി അതിനകത്ത് ഞങ്ങൾക്ക് രാഷ്ട്രീയമാണ് വലുത്, ഞങ്ങളുടെ പാർട്ടിയാണ് വളരേണ്ടത്, വിശ്വാസത്തോടെ നിൽക്കട്ടെ എന്ന ആ ഒരു ലക്ഷ്യത്തോടെ പോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ BJPയുടെ സമരം. BJPയുടെ സമരത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അവസാനം പരാജയപ്പെട്ടു. ഇപ്പോൾ വേണു തന്നെ ഇൻട്രോയിൽ പറഞ്ഞു ആരൊക്കെയാണ് കടന്നത്. ആദ്യം ശ്രീ എൻ രാധാകൃഷ്ണൻ കടന്നു, പിന്നീട് ശ്രീ CK പത്മനാഭൻ കടന്നു, പിന്നെ ശോഭാ സുരേന്ദ്രൻ കടന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് ആരെ കിടക്കുന്നത് എനിക്കറിയില്ല. VT രമയല്ലേ? എനിക്കറിയില്ല അവർ മാറിയോ ഉണ്ടോ കിടന്നായി പത്രത്തിൽ കണ്ടിരുന്നു. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അതിന് മുമ്പിൽ കൂടെ പോകാൻ കഴിയില്ല, കാരണം ആളില്ലാത്തതുകൊണ്ട് അവിടെ വിളിച്ചു കയറ്റുന്ന. അപ്പോൾ അതിന് ഫ്രണ്ടിൽ കൂടെ പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവമാനിക്കുകയല്ല. പക്ഷേ അത്ര നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ലൈവ് ഇട്ട് നോക്കുക അവിടെ എത്ര പേരുണ്ടെന്ന്. അവിടെ ഈ പിന്നെ നേരത്തെയൊക്കെ അവർ തുടക്കത്തിൽ ഓരോ ജില്ലകൾക്ക് ചുമതല കൊടുത്ത് ആ ജില്ലകളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നാണ് ഓരോ ജില്ലകളിൽ ഓരോ ദിവസം വരണമെന്നൊക്കെ. പക്ഷേ നിങ്ങളും അവരും പ്രതിഷേധത്തിലേക്ക് പോയതിന് ശേഷം അതിൻ്റെ പരാതി പറയുന്നത് സർക്കാരിനെയാണ്. നിങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു മുഖ്യമന്ത്രി ഞങ്ങൾ നിരാഹാരം കിടന്നത് അല്ല, അവിടെ നിരാഹാരമല്ല കിടന്നത്, അവിടെ ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അതെ, അങ്ങനെയല്ലാതെ സത്യാഗ്രഹം മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയാണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഇവരും ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്നു എന്നാണ് ഇവരും പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെ തിരിഞ്ഞു നോക്കിപ്പിക്കണം എന്നത് മുഖ്യമന്ത്രിയിൽ ഉയർന്നു വരേണ്ട സന്മനോഭാവമാണ്, പ്രതിപക്ഷ ബഹുമാനമാണ് എന്ന ഒരു വൈകാരിക തലം അദ്ദേഹത്തിന് ഉണരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയല്ലോ ഈ വിഷയത്തിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഇത്തരത്തിൽ 144 പ്രഖ്യാപിച്ചതായാലും അവിടെ ഉണ്ടായിരിക്കുന്ന പോലീസ് നടപടികളെ സംബന്ധിച്ചായാലും അവിടെ ഉണ്ടായിരിക്കുന്ന അമിതമായ ക്രമീകരണങ്ങളെ സംബന്ധിച്ച്, അതായത് കൺട്രോളിനെ സംബന്ധിച്ചും ഒക്കെ സമരം ഉണ്ടാകുമ്പോൾ അതിനകത്ത് തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ്. സ്വാഭാവികമായും ആ വിഷയത്തിൽ അസംബ്ലിയിൽ ആ വിഷയം അവതരിപ്പിച്ചു, നിരവധി തവണ അവതരിപ്പിച്ചു. അതിനകത്ത് ഫലം കാണാതെ വന്നപ്പോൾ അവിടെ MLA മാർ 3 പേർ അവിടെ സത്യാഗ്രഹം വരുന്നു. ആ സത്യാഗ്രഹ സമരത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും സ്പീക്കറും മുഖ്യമന്ത്രിയുമാണ്, സഭാനാഥൻ എന്ന നിലയിൽ സ്പീക്കറും പിന്നീട് ഭരണത്തിൻ്റെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയുമാണ് തീരുമാനമെടുക്കേണ്ടത്. അവിടെ സ്പീക്കർ പലപ്പോഴും വന്ന് കണ്ടു, ഞാൻ അനുരഞ്ജന ചർച്ചയ്ക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പലപ്പോഴും നടന്നില്ല. മുഖ്യമന്ത്രി പിടിവാശി കൊണ്ട് നടന്നില്ല. ഇവിടെ പുറത്ത് നടക്കുന്ന സമരം അങ്ങനെയല്ലല്ലോ. പുറത്ത് നടക്കുന്ന സമരം യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് BJPക്ക് സംഘപരിവാറിനും രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ സർക്കാർ തന്നെയല്ലേ? നമുക്കറിയാമല്ലോ. ഞാൻ ചുരുക്കി പറയാം. അതിലേക്ക് പോകുന്നില്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. അപ്പോൾ അവർ ഇപ്പോൾ BJP മാത്രമല്ല സമരരംഗത്ത്, BJPയെ സമരരംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ച CPM വിചാരിച്ചിട്ട് പോലും BJPക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. BJPക്ക് സ്വയം നിൽക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, BJP ഈ സമരരംഗത്ത് സജീവമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരിന് പോലും അത് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവർ രണ്ടുപേരും കൂടെ വിചാരിച്ചിട്ടും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ധർമ്മസങ്കടം. ശരി.